നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ബിനുനാഥ് സാറിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള 2200 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് നമ്മളുള്ളത്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള എല്ലാ ലൈറ്റ് ഫിറ്റിങ്സുകളും ഡെക്കോർ ഐറ്റംസുകളും ഡെക്കോ ബോക്സിൽ നിന്നുള്ള കൺസൾട്ടേഷൻ ത്രൂ എടുത്തിട്ടുള്ളതാണ്. അതിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ വീട് പണിക്ക് ശേഷം, അതായത് നമ്മൾ ഈ ലൈറ്റ് ഫിറ്റിങ്സ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ. അതായത് ഈ 2 വർഷത്തിന് മുമ്പ് ആണ് ഡെക്കോ ബോക്സിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ഫുള്ള് ലൈറ്റ് ഫിറ്റിങ്സുകളും ഡെക്കോർ ഐറ്റംസുകളും എടുത്തിട്ടുള്ളത്. അതിൻ്റെ എന്താണ് പറയുക, നമ്മളും വളരെ എക്സൈറ്റഡ് ആണ്. അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഈ 2 വർഷം മുമ്പ് നമ്മൾ ഈ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം കൊടുത്തെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഈ വീടും ഇതിൻ്റെ ഗൃഹനാഥനെയും നമ്മൾ കാണുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തുള്ള എല്ലാ കൺസൾട്ടേഷനുകളും ലൈറ്റ് ഫിറ്റിങ്സിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷനുകളും സജഷൻസും ഡെക്കോർ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള കൺസൾട്ടേഷനുകളും സജഷൻസും എല്ലാം നമ്മൾ ഫോണിൽ കൂടെയായിരുന്നു നടത്തിയിരുന്നത്. നമ്മൾ നേരിട്ട് കാണാതെ തന്നെ ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഫോണിൽ കൂടെയും വീഡിയോ കോളിൽ കൂടെയും ഒക്കെ ചെയ്തിട്ട് നമ്മൾ കൺസൾട്ടേഷൻ കൊടുത്ത് ലൈറ്റ് ഫിറ്റിങ്സുകളും എല്ലാം സപ്ലൈ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൊരു വീട്ടിലാണ് നിൽക്കുന്നത്. ആ ഇൻസ്റ്റലേഷൻ എല്ലാം കഴിഞ്ഞിട്ട് 2 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നത്. നമുക്കതിൻ്റെ ആ പെർഫോമൻസും അതിൻ്റെ ആ കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കാണാം. നമസ്കാരം. എൻ്റെ പേര് ബിനുനാഥ് എന്നാണ്. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാവരെയും പോലെ തന്നെ വീട് വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലൊരു അഭിലാഷമാണ്. മനുഷ്യൻ്റെ ആയുസ്സിൽ ഒരു തവണ മാത്രമേ നമ്മൾ ഇങ്ങനെ വീട് പണി ചെയ്യാറുള്ളൂ. ധാരാളം പേര് വീട് വെച്ചൊക്കെ കൊടുക്കാറുണ്ട്. നമ്മൾ സ്വന്തമായിട്ടാണ് വീട് പണിഞ്ഞത്. ഈ വീടിൻ്റെ പണികളെല്ലാം തന്നെ ഞാൻ എൻ്റെ മേൽനോട്ടത്തിൽ, പ്രത്യേകിച്ച് കൊറോണ സമയത്തായിരുന്നു ഈ വീട് പണി നടന്നത്. അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് വർക്കുകളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റി. അങ്ങനെ വീട് പണിയെല്ലാം നടക്കുമ്പോൾ നമ്മൾ പല ഓരോ കാര്യങ്ങൾ, ബാത്റൂം ആക്സറീസ്, അതുപോലെ ഈ തടികൾ, ഫർണിച്ചർ, ഇങ്ങനെ ഓരോന്നിൽ നമ്മൾ പല ശ്രദ്ധകൾ പോകുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ലൈറ്റിനെ സംബന്ധിച്ച കാര്യം. ഇപ്പോൾ എല്ലാ വീടുകളിലെയും ഒരു ആകർഷണീയമായ കാര്യം എന്ന് പറയുന്നത് ഈ ലൈറ്റുകളൊക്കെ തന്നെയാണ്. അത് എവിടുന്ന് വാങ്ങിക്കണം, എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊന്നും ആദ്യം വ്യക്തമായ ധാരണയൊന്നും കാണത്തില്ല. ഒരുപാട് പേര് ഇന്ന കടയിൽ നിന്ന് വാങ്ങിക്കാം, അടുത്തടുത്ത് വാങ്ങിക്കാം, അല്ല ഇന്ന ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് എന്ന പല അഭിപ്രായങ്ങളും പറഞ്ഞു, പലതും കേട്ടു. അങ്ങനെ ഞാൻ ഇങ്ങനെ ഫേസ്ബുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് പോയപ്പോഴാണ് ഈ ഡെക്കോ ബോക്സിനെ കുറിച്ച് അറിയാൻ സാധിച്ചത്. അപ്പോൾ അത് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കി. അപ്പോൾ കുറേ പടങ്ങളൊക്കെ കണ്ടു. പക്ഷേ അത് എത്രത്തോളം ആണെന്ന് നമുക്ക് അവരെക്കുറിച്ച് അറിയത്തൊന്നുമില്ല. അങ്ങനെ അതിനകത്തൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പർ വഴിയാണ് ഇതിൻ്റെ MD ആയ അജു എന്ന് പറയുന്ന ആളെ ഞാനൊന്ന് വിളിക്കുന്നത്. വളരെ പോസിറ്റീവായ സമീപനത്തോടുകൂടി പുള്ളി നമ്മുടെ സംസാരിക്കുകയും നമ്മുടെ വീടിൻ്റെ പടങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും അതനുസരിച്ച് പുള്ളി അതിൻ്റെ ഒരു ഏകദേശ പിക്ചർ പറയുകയും ചെയ്തു. പിന്നെ അതിൻ്റെ വില സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. അതിൽ ഏകദേശം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ മറ്റ് ആൾക്കാരുമായിട്ട് സംസാരിച്ചതിനേക്കാൾ കൂടുതൽ ഫേവറബിളായിട്ട്, അതിനേക്കാൾ ഉപരി പുള്ളിയുടെ ആ സംസാരവും ഇടപെടലുമൊക്കെ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടും. ഞാൻ പത്തനംതിട്ടയിലാണ് ജോലി ചെയ്യുന്നത്. എന്തായാലും തൊട്ടടുത്ത് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. പക്ഷേ എൻ്റെ വീട് വെക്കുന്നത് പുനലൂരാണ്. അപ്പോൾ ഇത്രയും ദൂരത്തേക്കുള്ളൊരു വിഷയമാണ് ആദ്യമായിട്ടുണ്ടായത്. അപ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല, എവിടെ വേണമെങ്കിലും സാധനങ്ങൾ എത്തിച്ചേരുന്നതിൽ കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും അതുപ്രകാരം ലൈറ്റുകളൊക്കെ തരികയൊക്കെ ചെയ്തു. ലൈറ്റെല്ലാം ഫിറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞതിന് ശേഷമാണ് വീടിൻ്റെ പാലുകാച്ച് ഒക്കെ നടന്നത്. അപ്പോൾ വീടിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞതിന് ശേഷം ആണ് പാലുകാച്ചെല്ലാം കഴിഞ്ഞ് 2 വർഷത്തോളം ആവുന്നു ഇപ്പോൾ ഏകദേശം.
സംഗതികളോട്ട് സ്ട്രിപ്പുകളായാലും മറ്റ് ലൈറ്റുകളായാലും എല്ലാം അവിടെ തന്നെ വാങ്ങിച്ചതാണ്. അതെല്ലാം വലിയ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പോയി. പക്ഷേ ഇടയ്ക്ക് കുറച്ച് ലൈറ്റുകൾ ഇങ്ങനെ ഫീസായിപ്പോയി. അത് അവർ പറഞ്ഞ പീരീഡ് കഴിഞ്ഞതിന് ശേഷമൊക്കെ തന്നെയാണ് ഫീസായി പോയെങ്കിലും ഞാനൊന്ന് വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ച് പുള്ളി ഏറ്റവും കാര്യങ്ങളൊന്നും ചോദിച്ചൊന്നുമില്ല. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കൊറിയർ സർവീസിൽ നിന്ന് വിളിക്കുന്നു, ലൈറ്റ് ഇന്നുപോലെ വന്നിരിക്കുന്നു എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം സാധാരണ ആൾക്കാർ ഫീസായതും കൊണ്ട് അവിടെ ചെല്ലുക, ചെന്ന് മാറ്റിയെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയാറുള്ളത്. അതാദ്യത്തെ സംഭവം. അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും 3-4 ഇതുപോലെ പോയി. ഞാൻ അത് വീണ്ടും പുള്ളിയെന്ന് ധരിപ്പിച്ചു. ഇതേ സെയിം ഇത് തന്നെ. കാരണം നമ്മൾ പറയുന്നത് വെച്ചാൽ ഒരാൾ പല ലൈറ്റ് കമ്പനിക്കാരുണ്ടായിരിക്കാം, എനിക്ക് അവരെക്കുറിച്ച് അതും വലിയ ധാരണയൊന്നുമില്ല. പക്ഷേ ഇത്രയും സർവീസ് നമുക്ക് അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും അവർ ഇതിപ്പോൾ തിരുവല്ലയിൽ നിന്ന് പൊല്ലൂരേക്കാണ്, കൊറിയർ ചാർജ് തന്നെ ഭയങ്കരമാകും. എന്നാൽ എൻ്റെ ഫീസായ ലൈറ്റുകൾ അവർ ആവശ്യപ്പെട്ടില്ല, ഇതൊന്നും ചോദിച്ചില്ല. പക്ഷേ ഫീസായ ലൈറ്റുകൾ എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി അത് അയച്ചു തരണമെന്നും പറഞ്ഞൊന്നുമില്ല. പിന്നെ പുള്ളി പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ പോയെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സാറിന് ഇതിൽ അവരുടെ ലൈറ്റുകൾ അങ്ങനെ പോകാറില്ല, എങ്കിലും ഇടിയോ ലൈനിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ടെന്ന് പറഞ്ഞു. വളരെ നല്ല സർവീസ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഡെക്കോബോക്സ് എന്ന് പറയുന്നത്. തന്നെയല്ല, വല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഇപ്പോൾ അവരുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അന്നത്തെ സമയത്തുള്ള സംഗതികളാണ് ഇതൊക്കെ. അതിൽ നിന്ന് എത്രയോ ഡെവലപ്പായിരിക്കും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്കൊരു പുതുതായിട്ട് വീട് പണിയുന്നവർക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ആശ്രയിക്കാവുന്ന ലൈറ്റ് സംബന്ധമായ കാര്യങ്ങൾക്ക് 100% നമ്മൾ ഗ്യാരണ്ടി നൽകുകയാണ്. ഡെക്കോബോക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അതിലെ MD ആയിട്ടുള്ള അജു എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാം. വളരെ ഫേവറബിളായിട്ട് പുള്ളി നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ വന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു തരും. അത് ഞാൻ വെറും പുറമ്പാക്കായിട്ട് നിങ്ങൾക്ക് പറയുകയല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ സർക്കാർ ജീവനക്കാരനാണ്, എനിക്കൊരു പ്രൈവറ്റ് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ടൊന്നും സാധിക്കാനില്ല. പിന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയ, നമുക്ക് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു വീട് പണിയുടെ ലൈറ്റിൻ്റെ ആവശ്യം വരുമ്പോൾ ഡെക്കോബോക്സോട്ട് ബന്ധപ്പെട്ട് നോക്കുക. എൻ്റെ ഉപദേശം കൊണ്ട് നിങ്ങൾ പോകണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളെ പുള്ളിയായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം ഇടപെടുക. എൻ്റെ ഒരു അനുഭവത്തിൽ 100% പക്കയാണ്, വിശ്വസിക്കാവുന്ന സ്ഥാപനമാണ്.